ദിവസം കൂട്ടേടി നടന്ന ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം കൂട്ടേടി നടന്ന ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. എവിടെയാണെന്നറിയോ? ചോറും മീനും. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പോവാണ്. ഫുഡ് കഴിക്കാം. 2 നിലയിലായിട്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഡൈനിങ് വരുന്നത്. നമ്മൾ എത്തിയ സമയം ഒരു 11 മണി ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു 1 മണിയൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് അടുക്കാൻ പറ്റില്ല, ക്യൂ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇലയൊക്കെ കൊടുന്നിട്ടിട്ട് നമ്മുടെ വിഭവങ്ങൾ വിളമ്പാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇരുന്നുണ്ടായിരുന്നത് മുകളിലത്തെ നിലയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു അവിടെ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ചോറ് കൊടുന്ന് വിളമ്പി. ചോറിന് ഒഴിച്ചുകറികളായിട്ട് സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, അതുപോലെ മീൻകറി. ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ലവറായതുകൊണ്ട് തന്നെ സാമ്പാറും മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സദ്യ വിഭവങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എരിശ്ശേരി, മത്തങ്ങയും പയറൊക്കെ ഇട്ട എരിശ്ശേരി, അതേപോലെ തന്നെ കാളൻ, അതേപോലെ തോരൻ, പിന്നെ അച്ചാർ, പുളിഞ്ചി, അവിയൽ, അതേപോലെ നമ്മൾ ചെമ്മീൻ ചമ്മന്തി. അത് ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത രുചികളായിരുന്നു കേട്ടോ. പിന്നെ മാമ്പഴ പുളിശ്ശേരിയും സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പപ്പടം ഉണ്ട്. നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്, മീൻ വറുത്തത്. ഒന്നും പറയാനില്ല, നല്ല ചുടാന്നിരിക്കണം മീൻ വറുത്തത്. അതിൻ്റെ കൂടെയുള്ള മസാലയും നല്ല സ്പൈസി ആയിട്ടുള്ള മസാല, അതേപോലെ നല്ല സോഫ്റ്റും ആയിരുന്നു മീൻ. അടിപൊളി മീനായിരുന്നു. അതിൻ്റെ മസാല മാത്രം കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാം, അത്രയും അടിപൊളിയായിരുന്നു. അത് നമ്മുടെ അവസാനത്തെ ഐറ്റം എത്തിയിട്ടുണ്ട്, പായസം. ഇത് കുറച്ചല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ നോക്കണ്ട. ഇത് കഴിയുമ്പോൾ അവർ കൊടുന്ന് തരും സ്നേഹത്തോടുകൂടി. പായസം വേണോ എന്ന് ചോദിക്കും. അപ്പോൾ വേണമെങ്കിൽ പായസം കഴിക്കാട്ടോ. അതും കൂടാണ്ട് ഞണ്ട്, കൊഞ്ച്, മത്തി, കൂന്തൽ എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോളേ ഇനി നമുക്ക് കലവറയിലേക്ക് കിടന്നാലോ. ലൈവായിട്ടാണ് ചേച്ചിമാർ ഇവിടെ കുക്ക് ചെയ്യണം കേട്ടോ. മീനുകളൊക്കെ എണ്ണയെ കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് മറിയുക. എല്ലാവരും നല്ല കുക്കിംഗ് തിരക്കിലാണ്. ചെറിയ ഇനം മീനുകൾ മുതൽ വലിയ ഇനം മീനുകൾ വരെ ഇവിടെ റെഡിയാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചത് 2 ഊണും ഒരു ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ഒരു ഊണിന് 70 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഫിഷ് ഫ്രൈക്ക് 350 രൂപയായിരുന്നു. GST എല്ലാം അടക്കം 510 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ലോകം അറിഞ്ഞ ചോറും മീനും കഴിച്ചിറങ്ങിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ. ഈ ഒരു വ്യക്തിനെ കുറിച്ച് പറയാണ്ട് നമ്മുടെ വീഡിയോ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല കേട്ടോ. കസ്റ്റമേഴ്സിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ഓണറായ രാജീവേട്ടൻ ഇവിടെ റെഡിയാണ്. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടാ. ഫുഡിന്റെ കാര്യം പറയാനൊക്കെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് അവിടുത്തെ കസ്റ്റമർ സർവീസ് ആണ്. അവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ചോറും കറികളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മീൻ വാങ്ങിച്ചില്ലെങ്കിലും മീനില്ലാതെ നല്ല പായസമൊക്കെ കൂട്ടിയിട്ട് ഒരു അടിപൊളി ഊണ് കഴിച്ചിട്ട് നമുക്ക് പോരാം. ഫിഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിഷ് ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്ത് തരുന്ന പല റേറ്റിലുള്ള ഫിഷുകളുണ്ട്. അത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. നല്ല തിരക്കാണ് അവിടെ. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ അവിടെ ഒരു ഡിലേ വരില്ല കേട്ടോ. ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അതിനനുസരിച്ച് അവരത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ടേബിളിന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് അവർ ബില്ലിടുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ ബൈ ഫ്രം കവിത.